കിട്ടുന്ന ആനുകൂല്യം മുടങ്ങുമോ എന്ന ആശങ്കയിലാണ് കേരളത്തിലെ കർഷകർ. സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ തന്നെ KYC വന്നു കിടപ്പുണ്ടെങ്കിൽ അത് കാണാൻ കഴിയും. വളരെയധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം നിലനിൽക്കും. PM കിസാന്റെ 22ാമത്തെ ഗഡു നിങ്ങൾക്ക് കിട്ടുമോ? നമസ്കാരം. കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട ജനപ്രിയ പദ്ധതികളിലൊന്നാണ് PM കിസാൻ സമ്മാൻ നിധി എന്ന് നമുക്കറിയാം. 2019 ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 36 ലക്ഷം കർഷകർക്കാണ് 2000 രൂപയുടെ 3 ഗഡുക്കളായി വർഷത്തിൽ 6000 രൂപ അവരവരുടെ സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ കാര്യങ്ങളെക്കുറിച്ചാണ് വീഡിയോയിലൂടെ വിശദമാക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെയധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ആ ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് നാം കരുതുന്നത്. എന്നിരുന്നാലും ആശങ്ക നിലനിൽക്കുന്നു എന്നത് വസ്തുതയാണ്. തുടക്കത്തിൽ കർഷകർ ഓൺലൈൻ വഴി നേരിട്ടായിരുന്നു അപേക്ഷ സമർപ്പിച്ചിരുന്നത്. ഒരു റേഷൻ കാർഡിലെ ഒരാൾക്ക് മാത്രമായിരുന്നു ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരുന്നത്. അതിന് വിരുദ്ധമായി ആനുകൂല്യം നേടിയെടുത്തവരെ കണ്ടുപിടിച്ച് അത് തിരിച്ചടപ്പിക്കാനുള്ള നടപടികളും പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ ഓരോ കർഷകനും അനുയോജ്യമായ രീതിയിലുള്ള ആനുകൂല്യം ലഭ്യമാക്കുന്നതിനായി കർഷകരുടെ ഡാറ്റ ശേഖരിക്കാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. വളരെ വൈകിയാണെങ്കിലും സംസ്ഥാന സർക്കാർ കതിർ ആപ്പ് രൂപപ്പെടുത്തുകയായിരുന്നു. അതിലേക്കുള്ള രജിസ്ട്രേഷനായി കർഷകർ ഓടി നടന്നു. എന്നാൽ സംസ്ഥാനത്തെ കർഷകരുടെ വിവരങ്ങൾ കതിർ ആപ്പിലൂടെ ശേഖരിച്ചെങ്കിലും കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളുടെ ഭൂമി സംബന്ധമായ വിവരങ്ങൾ പരിശോധിക്കാൻ 2025 സംസ്ഥാന റവന്യൂ വകുപ്പ് അഗ്രിസ്റ്റാക്ക് എന്ന സംവിധാനം കൊണ്ടുവരികയായിരുന്നു. അതിലൂടെ രജിസ്ട്രേഷൻ തുടങ്ങിയെങ്കിലും 2019 തുടങ്ങിയ PM കിസാന് 2018-19 സാമ്പത്തിക വർഷത്തിലെ കരമടച്ച റെസീറ്റ് നിർബന്ധമാണ്. ഭൂവുടമ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഭാര്യയുടെ പേരിൽ കരമടച്ചിട്ടുണ്ടെങ്കിൽ ആ റെസീറ്റ് മതിയെന്ന് കേന്ദ്ര സർക്കാർ സമ്മതിച്ചിരുന്നു. എന്നാൽ കേരളത്തിലെ അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷനിൽ നികുതി റെസീറ്റ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കാതായതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. കൃത്യതയില്ലാത്ത ഇത്തരം അനാസ്ഥകൾ കാരണം കിട്ടുന്ന ആനുകൂല്യം മുടങ്ങുമോ എന്ന ആശങ്കയിലാണ് കേരളത്തിലെ കർഷകർ. കർഷക മോർച്ചയെ പോലുള്ള സംഘടനകൾ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സംസ്ഥാന IT ഡിപ്പാർട്ട്മെന്റും റവന്യൂ കൃഷി മന്ത്രാലയങ്ങളും കർഷകരുടെ രജിസ്ട്രേഷനിൽ കേന്ദ്ര മാനദണ്ഡ പ്രകാരം ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് കർഷക മോർച്ച ആവശ്യപ്പെട്ടു. സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തെ കർഷകർക്ക് ലഭിക്കേണ്ട സഹായം ഇല്ലാതാകും. 10 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളെയാണ് ഈ പ്രശ്നം ബാധിച്ചേക്കാവുന്നത്. ഇത് പരിഹരിക്കപ്പെടുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടില്ലാത്തവർ സംവിധാനങ്ങൾ ശരിയായി കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കേണ്ടതാണ്. അതുപോലെ തന്നെ KYC പൂർത്തിയാക്കേണ്ടതുണ്ട്. നേരത്തെ തന്നെ പലരും KYC ചെയ്തിട്ടുണ്ടെങ്കിലും ചിലർക്ക് KYC വന്നുകിടപ്പുണ്ടാകും. അത് ആർക്കൊക്കെയാണെന്ന് PM കിസാന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറി പരിശോധിക്കേണ്ടതാണ്. അത് പരിശോധിക്കാൻ പ്രധാനമായും വേണ്ടത് PM കിസാനിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ നമ്പറാണ്. രജിസ്ട്രേഷൻ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാമെന്നും സ്റ്റാറ്റസ് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നും KYC എങ്ങനെ ചെയ്യാമെന്നുമൊക്കെ വ്യക്തമാക്കുന്ന വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. അവയുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കാം, കാണുക. സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ തന്നെ KYC വന്നു കിടപ്പുണ്ടെങ്കിൽ അത് കാണാൻ കഴിയും. വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ.